വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാമുകന്മാർ. എന്നാൽ കാമുകയാണെങ്കിൽ കാമുകൻ്റെ അനിയനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു അജ്ഞാതനാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്കെല്ലാം ഇവളിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 റിലീസ് ചെയ്ത സലാബ എന്ന് പറഞ്ഞ സിനിമയാണ്. ഏതായാലും നേരെ വീഡിയോയിലേക്ക് പോകും. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്ന ഇതിലെ നായികയായിട്ടുള്ള മെയിൽസും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മാർട്ടിനെയുമാണ്. മാർട്ടിനാണെങ്കിൽ അവളെ കണ്ണ് കുത്തിക്കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവൻ മേടിച്ച പുതിയ അപ്പാർട്ട്മെൻറ്റ് കാണിക്കും. അവളാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതിനുശേഷം അവർ രണ്ട് നേരം അവിടെ ബന്ധപ്പെടും. അന്ന് രാത്രിയാണെങ്കിൽ മാർട്ടിൻ്റെ അനിയനായിട്ടുള്ള ലിയോയും ബാക്കി അവളുടെ ഒരു കൂട്ടുകാരിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 4 പേരും കൂടെ പാർട്ടിയൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് മാർട്ടിനാണെങ്കിൽ മെയിൽസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നതും അവൾ അക്സെപ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ വീണ്ടും അവരാണെങ്കിൽ ശരിക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കും. പിന്നീട് കൂട്ടുകാരും അനിയനൊക്കെ പോയ ശേഷം വീണ്ടും ഇവരാണെങ്കിൽ ഒന്നുകൂടെ ബന്ധപ്പെടും. അന്ന് രാത്രി മാർട്ടിൻ റൂമിൽ മിൽസ് ആണെങ്കിൽ വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുമ്പോഴാണ് അവിടെ ഒരു കാറ് കിടക്കുന്നത്. കാറിൽ നിന്ന് ആരോ ഇവിടെ വാച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നത്. ആണെങ്കിൽ ജനലിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാറാണെങ്കിൽ അവിടെ നിന്ന് പോകും. അവിടെ തൽക്കാലം അതങ്ങ് വിടും. പിറ്റേ ദിവസമാണെങ്കിൽ മാർട്ടിനെ സാധനങ്ങളൊക്കെ പിടിക്കാൻ സഹായിച്ച ശേഷം എല്ലാവരും കൂടി ജിമ്മിലേക്ക് പോകും. അന്നേരമാണ് നമ്മളെ കാണിക്കുന്നത് മാർട്ടിനാണെങ്കിൽ ഒരു ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുകയെന്നും അവൻ്റെ അനിയനായിട്ടുള്ള ലിയോ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും. പിന്നീട് മിൽസ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അവളുടെ കൂട്ടുകാരാണെങ്കിൽ കാണാൻ വേണ്ടി വരും. അന്നേരം അവർ രണ്ടുപേരും പഴയ കാര്യങ്ങൾ സംസാരിക്കും. ഇവർ രണ്ടുപേരും ആണെങ്കിൽ നേരത്തെ തൊട്ട് എന്നും പാർട്ടിക്ക് പോവുകയും പമ്പിൽ പോവുകയും അവിടെ വെച്ച് ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് ഓരോ ദിവസവും ഓരോരുത്തരുമായിട്ട് മാറി മാറി ബന്ധപ്പെടുന്ന സ്വഭാവക്കാരായിരുന്നു. എന്നിട്ട് ഇവൾ പറയും ഇപ്പോഴാണെങ്കിൽ അതൊക്കെ വിട്ടു, പുതിയ റിലേഷൻഷിപ്പൊക്കെ ആയാലും അതുകൊണ്ട് പാസ്റ്റ് മറക്കുക, ഫ്രഷ് ആയിട്ട് ഇനി ഇവൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചേക്കുക എന്നൊക്കെ കൂട്ടുകാരിയോട് പറയും. കൂട്ടുകാരി ഈ കാര്യത്തിന് അവിടെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം മിൽസ് ആണെങ്കിൽ ഷോപ്പിങ്ങിന് പോയിട്ട് കാർ പാർക്കിങ്ങിലേക്ക് വരുമ്പോഴാണ് ഒരാൾ മാസ്കും വെച്ച് അവളെ ഫോളോ ചെയ്ത് വരുന്നത്. അവനാണെങ്കിൽ ആ കാർ പാർക്കിങ്ങിൽ വെച്ച് തന്നെ അവളോട് ബന്ധപ്പെടാൻ വേണ്ടി നോക്കും. അവളാണെങ്കിൽ അവനെ തട്ടി മാറ്റും. ആളുകളൊക്കെ വരുന്നുണ്ടെന്നോർത്ത് അവനാണെങ്കിൽ ഓടിപ്പോവും. പിന്നീട് വീട്ടിൽ വന്നിട്ട് ഇവൾ കാണെങ്കിൽ ഇത് മനസ്സിന് പോകുന്നില്ലായിരുന്നു. ആരാണ് അതെന്ന് ഇവൾക്ക് ഡൗട്ട് അടിക്കും. പിന്നീട് മിൽസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവളുടെ കൂട്ടുകാരോട് എന്ന് പറയും. അവളുടെ കൂട്ടുകാരി അതാരായിരിക്കും എന്നൊക്കെ ഓർത്തിരിക്കും. അതിനുശേഷമാണ് പിന്നീട് എല്ലാവരും മിൽസിനാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ അതാണെങ്കിൽ ശരിക്കും ആഘോഷിക്കും. അന്നാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ പബ്ബിൽ പോയി ശരിക്കും ആഘോഷിച്ചിട്ടൊക്കെ വന്നിട്ട് ഓരോ ഫോട്ടോഗ്രാഫ്സ് നോക്കുമ്പോഴത്തേക്കുമാണ് ഇവൾ ഒരുത്തനുമാണെങ്കിൽ ഇവളെ സൂക്ഷിച്ച് നോക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കണ്ണാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ളായിരുന്നു. അവളെ നോക്കുമ്പോഴത്തേക്കും ഇതേ ആൾ തന്നെയായിരുന്നു അന്ന് കാർ പാർക്കിങ് വെച്ച് ഇവളെ കയറി പിടിക്കാൻ നോക്കിയതും. അങ്ങനെ ഇവൾക്ക് പിടികിട്ടും. ഇവളെ ഈ ഫോളോ ചെയ്യുന്നവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവളുമായിട്ട് ബന്ധപ്പെട്ടവനായിരുന്നു. ഇവളാണെങ്കിൽ ഈ കാര്യം ഇവളുടെ കൂട്ടുകാരിയോട് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ കൂട്ടുകാരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയത്താണ് നമ്മളെ മാർട്ടിൻ്റെ അനിയത്തായിട്ടുള്ള ലിയോയെ കാണിക്കുന്നത്. അവനാണെങ്കിൽ മിൽസിനോട് ചെറിയ അട്രാക്ഷൻ തോന്നുകയും മിൽസിനെ ഓർത്ത് അവളുടെ ഫോട്ടോ നോക്കി തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ അവളെ നേടിയെടുക്കണമെന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബ്രദറിൻ്റെ ലവർ ആണല്ലോ എന്നുള്ളൊരു കാര്യവും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പോയിട്ട് കാണിക്കും. ഇപ്പോഴാണെങ്കിൽ മാർട്ടിൻ ഭയങ്കര ബിസി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വൈകുന്നേരം ഭക്ഷണം തന്നെ അവൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണെങ്കിൽ മിൽസിന് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് മിൽസ് പിന്നീട് ഒരു സെലിബ്രിറ്റി പോകുമ്പോഴത്തേക്കിനും എന്നും അവളെ ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ തൊട്ട് പുറകെ വന്ന് നിൽക്കുന്നതായിട്ടായിരുന്നു. അവളാണെങ്കിൽ ആദ്യം ശരിക്കും പേടിക്കും. പിന്നീടാണ് അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം അടിക്കുമ്പോഴത്തേക്കും അവൾക്ക് പിടികിട്ടുന്നത് ഏത് ബാറി വെച്ച് ഏത് സമയത്ത് ബന്ധപ്പെട്ട ആളാണെന്ന്. ഇതാണെങ്കിൽ ഒരു ബാറി വെച്ച് കാറ് വെച്ച് ബന്ധപ്പെട്ട ആളായിരുന്നു അവൾക്ക് പിടികിട്ടും. പിന്നീട് ആ സംബന്ധിച്ച ശേഷം മിൽസ് ആണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കാരണം മാർട്ടിൻ ആണെങ്കിൽ എന്തോ വർക്കിന് വേണ്ടി ദൂരെ പോയിക്കുമായിരുന്നു. ലിയോ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ബൈനോക്കുലർ കൂടി ഇത് കാണും. അങ്ങനെ മാർട്ടിനിലെന്ന് ഉറപ്പാക്കിയ ശേഷം അവനാണെങ്കിൽ മിൽസിൻ്റെ ഫേവറേറ്റ് കേക്കുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലും. അവളാണെങ്കിൽ അകത്തേക്ക് വിളിക്കും. അങ്ങനെ അവളാണെങ്കിൽ കേക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലിയോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോയിട്ട് അവളെ കയറി പിടിച്ച് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. അവളാണെങ്കിൽ ആദ്യം സമ്മതിക്കാതിരുന്നെങ്കിലും പിന്നീട് അവൻ്റെ കൂട്ടത്തിൽ ബന്ധപ്പെടും. അന്ന് രാത്രി ആകുമ്പോഴത്തേക്കിനും അവൾ ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനും തൊട്ടടുത്ത് മാർട്ടിൻ അല്ലല്ലോ ലിയോ കിടക്കുന്നെന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ മാർട്ടിനെങ്ങാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലിയോയെ പറഞ്ഞു വിടും. പിറ്റേന്ന് അവളാണെങ്കിൽ രാവിലെ തന്നെ ജിമ്മിലേക്ക് ചെല്ലും. അന്നേരം ലിയോ അവിടെ ഉണ്ടായിരുന്നു. ലിയോ ആണെങ്കിൽ മാർട്ടിനെയും അതുപോലെ തന്നെ മിൽസിനെയും ഡിന്നറിനെ വിളിക്കും. ഇതേ സമയം മാർട്ടിനാണെങ്കിൽ ബാത്റൂമിൽ വെച്ച് ജിമ്മിൽ ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് അവരെല്ലാം കൂടെ അന്ന് വൈകുന്നേരം ഡിന്നറിട്ട് പോകും. കൂടെയാണെങ്കിൽ മിൽസിൻ്റെ ആ കൂട്ടുകാരിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിയോ ആണെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിനെ പറ്റിയൊക്കെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ മിൽസ് ആണെങ്കിൽ ലിയോയുടെ മുഖത്തോട്ട് തന്നെ നോക്കും. മാർട്ടിനാണെങ്കിൽ ശ്രദ്ധിക്കും. അന്ന് രാത്രി കിടക്കാൻ നേരത്ത് മാർട്ടിൻ കാര്യം ചോദിക്കും. ഇവനെയാണോ അതോ ഇവൻ്റെ ബ്രദറിനെയാണോ ഇവർക്ക് ഇഷ്ടപ്പെട്ടത്? കാരണം ഇന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ഇവളുടെ കണ്ണ് അവൻ്റെ എന്തായതെന്ന് പറയും. പക്ഷേ ഇവളാണെങ്കിൽ പറയും ഇല്ല, ഒരു മാർട്ടിനെ തന്നെ ഇഷ്ടം, ഇവളുടെ പ്രണയം എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള പ്രണയമാണെന്ന് പറയും. പിന്നീട് പിറ്റേ ദിവസം ജിമ്മ് വെച്ചൊക്കെ മിൽസ് ആണെങ്കിൽ ലിയോയോട് ഒരുപാട് അടുക്കാതിരിക്കാൻ വേണ്ടി നോക്കും. മാർട്ടിൻ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്ത്. എന്നാലും നേരം ആകുമ്പോഴത്തേക്കിനും ഫോണിൻ്റെ അത് മിൽസിൻ്റെ ഫോട്ടോ കണ്ട് കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിഞ്ഞ് ഒട്ടും കൺട്രോൾ കിട്ടാതെ വരുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ മിൽസിനെ വിളിക്കും. പക്ഷെ മിൽസ് ആണെങ്കിൽ ആദ്യം എടുക്കത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കിനും രണ്ടാമത്തെ കോൾ വരുന്നത്. അത് നോക്കുമ്പോഴത്തേക്കിനും ഈ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു. അവൾക്കാണെങ്കിൽ പേടി തോന്നി തുടങ്ങും. ഇത് ശരിക്കും അവളെ ഫോളോ ചെയ്ത് നടക്കുന്ന വല്ലതുമാണ് വിളിക്കുന്നതെന്ന്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മാർട്ടിനും ലിയോയും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യത്തിൽ അവരോടൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് മാർട്ടിൻ പൂ മേടിക്കാൻ പോകുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് ലിയോ പൂ മേടിച്ച് ഇറങ്ങുന്ന കാണും.
മാർട്ടിനാണെങ്കിൽ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിന് ലിയോ ആണെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ പേര് പറയും. പക്ഷേ ലിയോ ആണെങ്കിൽ നേരെ മിൽസിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു വരുന്നത്. എൻ്റെ ലിയോ ആണെങ്കിൽ അവൻ്റെ ഇഷ്ടമാണെങ്കിൽ അവളോട് തുറന്ന് പറയും. അവളാണെങ്കിൽ ഞെട്ടിപ്പോവും. പിന്നീട് അവളാണെങ്കിൽ ബെഡ്റൂമിൽ പോയി ഫ്ലവറിൻ്റെ മണമൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്കും മാർട്ടിൻ വരുന്ന ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് അവൾ ഫ്ലവർ ആണെങ്കിൽ എടുത്ത് കട്ടിലടിയിലേക്ക് വെക്കും. അവളെ നോക്കുമ്പോഴത്തേക്കും മാർട്ടിനും സെയിം സാധനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനും അവളോടുള്ള ഇഷ്ടമൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ കുറേ നേരം ബന്ധപ്പെടും. അന്ന് രാത്രിയാകുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ കട്ടിലിനടിയിൽ നിന്ന് ലിയോ തന്ന ഫ്ലവർ ബേസ് എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കും. അങ്ങനെ അവൾ ജനലിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തേ പഴയ പോലെ തന്നെ കാറിയിരുന്ന് ആരും ഇങ്ങോട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ ശരിക്കും പേടിയാവും. പിന്നീട് പിറ്റേ ദിവസമാണെങ്കിൽ അവൾ രാവിലെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ലിയോ ആണെങ്കിൽ അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. അവളാണെങ്കിൽ ഫ്ലവർ എന്നതിന് താങ്ക്സ് പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാൻ തുടങ്ങും. അന്നേരമാണ് ലിയോ ആണെങ്കിൽ പതിയെ അവളോട് ബന്ധപ്പെടാൻ വേണ്ടി വരുമ്പോൾ ഇതിന് പെട്ടെന്ന് മാർട്ടിൻ്റെ കോൾ അവൾക്ക് വരുന്നത്. ഉടനെ ദന്താശുപത്രി വരെ വരാൻ പറഞ്ഞു. അങ്ങനെ ലിയോയ്ക്കാണെങ്കിൽ ഒരു അവസരം മിസ്സാവും. അവളാണെങ്കിൽ അങ്ങോട്ട് പോയ പുറകെ ലിയോ ആണെങ്കിൽ അവളുടെ പെയിൻറ്റിങ്ങിൻ്റെ താഴെയായിട്ട് എന്നിങ്ങനെ ഒരു സിഗ്നേച്ചർ ഇട്ട് വെക്കും. അതിനുശേഷം അവളാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ലിയോ ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അവളോടുള്ള ഇഷ്ടമല്ല തുറന്ന് പറയും. അവൾക്കാണെങ്കിൽ ഞെട്ടിപ്പോവും. അവൾ പറയും ഒരിക്കലും പിന്നെ അങ്ങനെ കാണാൻ പറ്റത്തില്ല, ബ്രദറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അവളാണെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിച്ചാൽ ജസ്റ്റ് ഒരു ഹുക്കപ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് ബന്ധപ്പെട്ടാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ലിയോയ്ക്ക് ഭയങ്കര വിഷമാവും. അവനാണെങ്കിൽ വീണ്ടും അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അപ്പോഴും ബ്രദറുമായിട്ട് കമ്മിറ്റഡ് അല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ കാണാൻ തോന്നുന്നു പറയും. അങ്ങനെ ലിയോ ആണെങ്കിൽ ഹൃദയം തകർന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷമാണ് മിൽസ് വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും പെയിൻറ്റിങ്ങിന് താഴെ ലിയോ വരച്ചിരുന്ന സിമ്പിൾ കാണുന്നത്. പിറ്റേ ദിവസമാണ് ലിയോ ആണെങ്കിൽ വീണ്ടും മിൽസിനെ കാണാൻ വരുന്നത്. ഈ പ്രാവശ്യം അവൻ വന്നത് ക്ഷമ പറയാനായിരുന്നു. അവൻ പറയും അവൻ്റെ തെറ്റി മനസ്സിലായി, ഇനി ഒരിക്കലും അവൾ അങ്ങനെ ഒരു കണ്ണി കാണത്തില്ല, കാലം ചുമ്മാ ഒരു ഫോട്ടോഷൂട്ടിന് വന്നതെന്ന് പറയാം. അവളുടെ പെയിൻറ്റിങ്ങിൻ്റെയും ഇവളുടെയും കൂടെ കൂട്ടിയെടുക്കാൻ. അങ്ങനെ അവളാണെങ്കിൽ പെയിൻറ്റിങ്ങിൽ അവിടെ പോയി നിൽക്കും. ഇവനാണെങ്കിൽ പുതിയ ഫോട്ടോ എടുത്ത് തുടങ്ങും. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പതിയെ ലിയോ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് പിന്നീട് അവർ തമ്മിൽ അവിടെ വെച്ച് അങ്ങ് ബന്ധപ്പെടും. പിന്നീട് ഇവരാണെങ്കിൽ ഒരുമിച്ച് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാർട്ടിൻ വരുന്നത്. പെട്ടെന്ന് ഇവളാണെങ്കിൽ പേടിക്കും, എങ്ങാണ് ലിയോനെ കണ്ട് തെറ്റിയിരിക്കുമല്ലോ എന്നോർത്ത്. അങ്ങനെ അവളാണെങ്കിൽ ലിയോനെ ഒളിപ്പിച്ച ശേഷം പതിയിട്ട് ഓർത്ത് കൊടുത്ത് വെളിയിലേക്ക് വരും. അന്നേരം മാർട്ടിനാണെങ്കിൽ ഒരു കോഫിക്ക് വേണ്ടി ഇവളെ വിളിച്ചായിരുന്നു. അങ്ങനെ അവൾ ഇട്ട് തരാമെന്ന് പറയും. ഈ ഗ്യാപ്പ് നോക്കി ലിയോ ആണെങ്കിൽ വെളിയിലേക്ക് അങ്ങ് പോകും. പിന്നീടാണ് ഇവൾ വീണ്ടും ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും എപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾ വന്ന് ഇവളെ കയറി പിടിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ലിയോ വന്ന് അവനെ ഇടിച്ചിട്ട് ശേഷം അവളെ രക്ഷിക്കും. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ ശരിക്കും പേടിച്ചു പോയിരുന്നു. അങ്ങനെ നേരെ വീട്ടിലോട്ട് ലിയോ കൊണ്ടുവിടും. അവൾക്കാണെങ്കിൽ ഇപ്പോഴും പേടി മാറിയിട്ടില്ലെന്ന് പറയുമ്പോൾ ലിയോ ആണെങ്കിൽ ഒന്നുകൂടെ അവളോട് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് മാർട്ടിനാണെങ്കിൽ നേരത്തെ വന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല, അവിടെ നിന്ന് പോകും. അന്ന് വൈകുന്നേരമാണ് സിനിമയുടെ ഏറ്റവും വലിയ ടിസ്റ്റ് നടക്കുന്നത്. കാരണം മിൽസ് മനസ്സിലാക്കും അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ അവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാവും. അവൾക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ലിയോയുടെയാണോ മാർട്ടിൻ്റെ ആണോ കൊച്ചെന്ന്. അങ്ങനെ അവളാണെങ്കിൽ വൈകുന്നേരം മാർട്ടിനോട് പറയും പ്രഗ്നൻ്റ് ആണെന്നും കൊച്ചുണ്ടാകാൻ പോകുമെന്നും. പക്ഷേ മാർട്ടിൻ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. അവനാണെങ്കിൽ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പറയും കൊച്ച് ലിയോയുടെയാണെന്നും ഇവനാണെങ്കിൽ എല്ലാം കണ്ടെന്നു. പക്ഷേ മിൽസ് ആണെങ്കിൽ സമ്മതിച്ചു തരത്തില്ല. അവൾ പറയാം അതൊക്കെ തെറ്റിദ്ധാരണയാ, ലിയോയുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല, ഈ മാർട്ടിൻ്റെ തന്നെ കൊച്ചെന്ന് പറയും. പക്ഷേ മാർട്ടിൻ ശരിക്കും ദേഷ്യം വരും. ഇതെല്ലാം ലിയോ ആണെങ്കിൽ ബൈനോക്കുലറോട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചിരി കഴിയുമ്പോഴേക്കും അവനാണെങ്കിൽ വെള്ളം ഒടിച്ച് പൂസാവും. അതേ സമയത്താണ് മിൽസിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നത്. അവൾക്കാണെങ്കിൽ ഇവനോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വാഴണമെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. ലിയോ ആണെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നുകൊണ്ട് അത് മിൽസായിരുന്നു തോന്നിക്കുന്നത്. അതുകൊണ്ട് അവനും അവളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ കുറേ ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനാണ് ഇവനാണെങ്കിൽ മിൽസിൻ്റെ പേര് വിളിച്ച് പറയാൻ തുടങ്ങുന്നത്. അങ്ങനെ മറ്റവൾക്ക് കാര്യം പിടിച്ചിട്ട് അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ ഈ സംഭവം കൂടെ നടക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം കുളവാകും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മിൽസിന് കൊച്ചുണ്ടാവുകയും ലിയോയുടെ കൂടെ സന്തോഷത്തോടു കൂടി താമസിച്ചു പോകുന്നതുമാണ്. അതേസമയം മാർട്ടിനാണെങ്കിൽ ജിമ്മും തകർന്ന് എല്ലാം തകർന്ന് ഡിപ്രഷനായിട്ട് സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിരിക്കുമായിരുന്നു. അങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് മിൽസിന് വീണ്ടും ഈ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. അങ്ങനെ ശല്യം സഹിക്കാൻ പറ്റാത്ത മിൽസ് ആണെങ്കിൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നവൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ തൽക്കാലം കാറിൽ ഇരുന്ന് വീണ്ടും അവനോട് ബന്ധപ്പെട്ട ശേഷം പോകുന്നതിന് മുമ്പായിട്ട് അവനെ കൊന്നിട്ട് അവിടെ നിന്ന് പോരും. അതിനുശേഷം വീണ്ടും അവളുടെ പ്രശ്നങ്ങളാണ് തീർന്ന സന്തോഷത്തോടുകൂടി കൊച്ചിൻ്റെ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷം തുടങ്ങും. ഈ സമയം ആരും അവരെ സ്നൈപ്പർ വെച്ച് ഇങ്ങനെ എയിം ചെയ്യുന്നത് കാണിക്കും. അന്ന് രാത്രി വീണ്ടും ലിയോയും മിൽസും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് മാസ്ക് വെച്ച ഒരാൾ വന്ന ശേഷം ലിയോയെയും മിൽസിനെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് തിരിയുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഈ പ്രാവശ്യം വന്നത് മാർട്ടിനായിരുന്നു. മാർട്ടിൻ പിന്നീട് അവിടെ ഇരിക്കുന്ന കൊച്ചിനെ എടുത്തുകൊണ്ടങ്ങ് ഇറങ്ങിപ്പോവും. അതോടുകൂടി സിനിമ അവിടെ